സിനിമാക്കാർക്ക് വരെ എന്നെ കാണുമ്പോൾ അസൂയുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ അവർക്ക് പൈസകൾ കൊടുക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് രൂപ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടും. എനിക്കിതുകൊണ്ട് പ്രശസ്തി മാത്രം കിട്ടുന്നുണ്ട്. 200 പേരുടെ കൂട്ടത്തിൽ പോയപ്പോൾ അതിൽ 2 പേർക്ക് ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് ചാൻസ് കിട്ടി. അത്ര അത്യാവശ്യം സൗന്ദര്യമുള്ള താല്പര്യം ഇപ്പോഴും ഞാൻ പറയുന്നു. കറുത്തോണിന് ഇഷ്ടമുള്ളതല്ല, നമ്മള് മറ്റേ ഫോട്ടോ എടുക്കുമ്പോ ഒന്നിച്ചിരിക്കുമല്ലോ, എന്റെ ഒരു നിറങ്ങളും പെണ്ണിനുണ്ടാവണമല്ലോ, അത് ഞാൻ പണ്ടാ മതി. അപ്പോ അലൻ ഒരു വിഡ്ഢിയല്ല, കാണുന്ന പ്രേക്ഷകരാണ് വിഡ്ഢികള്. പ്രേക്ഷകരെ പിന്നെ മണ്ടന്മാരാകാൻ വേണ്ടിയിട്ടാണ് വിരോധമുണ്ട്. സിനിമാക്കാർക്ക് വരെ എന്നെ കാണുമ്പോൾ അസൂയുണ്ട്. എന്താണെന്ന് എനിക്കറിയാൻ അവർക്ക് പൈസകൾ കൊടുക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് രൂപ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിട്ടും. എനിക്കിതുകൊണ്ട് പ്രശസ്തി മാത്രം കിട്ടുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള പ്രശസ്തി. ഫേമസ് ആവാൻ വേണ്ടിട്ടാണ് ഇതെല്ലാം. ഫേമസ് ആയി എല്ലാവർക്കും അറിയാം. പലനെ അറിയാം. പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുമോ? പിച്ചക്കാരൻ വരെ അടുത്തേക്ക് വരും. പിച്ചക്കാരൻ വരെ വരും അടുത്തേക്ക് ഓടി. പിച്ചക്കാര് വരെ കാണാൻ വരും അടുത്തേക്ക്. അടുത്തേക്ക് വരും കാണാൻ. അപ്പൊ അറിയാം. ഈ അലൻ ജോസിന് ഈ സാധാരണക്കാരുടെ പുച്ഛമുണ്ടോ? അത് നമുക്ക് വയറിലാകാൻ വേണ്ടി ഓരോ വാക്കുകൾ പറയണല്ലേ, അത് വിവാദമാകത്തില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളെ തമ്മിൽ എന്തൊക്കെ പറയാം, പണ്ടത്തെ പരിപാടി വെക്കുവായിരുന്നല്ലോ ഇങ്ങനെ ടോക്ക് ഷോ പോലെ. അറിയാം, ഒരു ക്യാരക്ടർ അറിയാമല്ലോ ഇപ്പൊ ജനങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങനെ വിവാദമാകുന്ന വാക്കുകളും പോകണം. കല്യാണം കഴിക്കാൻ പോകുന്നു, ഞാൻ കാശുള്ള പെണ്ണിനെ കെട്ടുള്ളൂ, പിന്നെ എനിക്ക് ഇത്ര കാറ് വേണം, കാറല്ല കാറ് വേണം, കാണാൻ നല്ല ഭംഗി വേണം, സുന്ദരി വേണം, ഇവിടത്തെ സാധാരണക്കാർ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ വെറുതെ പറഞ്ഞാണോ? എല്ലാം അല്ല, അതില് മറ്റേ അത്യാവശ്യം സൗന്ദര്യമുള്ള താല്പര്യം ഇപ്പോഴും ഞാൻ പറയുന്നു. കറുത്തോണിന് ഇഷ്ടമുള്ളതല്ല, നമ്മള് മറ്റേ ഫോട്ടോ എടുക്കുമ്പോ ഒന്നിച്ചിരിക്കുമല്ലോ, എന്റെ ഒരു നിറങ്ങളും പെണ്ണിനുണ്ടാവണമല്ലോ, അത് ഞാൻ പണ്ടാ മതി. വെളുത്ത പെണ്ണ് തന്നെ വേണം. അല്ല, ഈ ചേട്ടൻ്റെ ഒരു നിറം, ചേട്ടൻ്റെ ഒരു നിറം, ചേട്ടന്റെ സൗന്ദര്യം ഉണ്ടല്ലോ, ആ ഒരു നിറങ്ങളും വേണം. ആരും നിറങ്ങളും വേണം, അല്ലാതെ ഭയങ്കര സൗന്ദര്യം ഒന്നും വേണം. ഭയങ്കര സൗന്ദര്യം ഒന്നും അല്ല, 200 ആണെങ്കിലും കുഴപ്പമില്ല. നാച്ചുറൽ ബ്യൂട്ടി ആയാലും മതി. നാച്ചുറൽ ബ്യൂട്ടി ആയാലും മതി. കാശ് വേണോ? കാശ് വേണമല്ലോ, പിന്നെ സ്വന്തമായിട്ട് ജോലി വേണം. നമുക്ക് സ്വന്തമായിട്ട് ജോലിക്ക് പോകണമെങ്കിലും ഭാവിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഇടുന്നുണ്ടോ? അതിനുള്ള പൈസക്ക് ആയോ? അതൊരു ഡാഡി അത് കൂട്ടുന്നുണ്ട്, അടുത്ത വർഷം പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണോ? സിനിമയിൽ വല്ലതും വിളിച്ചായിരുന്നു? ഏതെങ്കിലും സിനിമയില് ഈ അടുത്ത് ഫെബ്രുവരി 23-ാം തീയതി വൺസ് അപ്പോൺ എ ടൈം എന്ന സിനിമയില് ചെറുതായിട്ട് ഇടി സീക്വൻസിൽ അഭിനയിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളൊക്കെ മേടിച്ചു പ്രതിഫലം? അല്ല, എനിക്ക് ഇത്ര ലക്ഷങ്ങൾ വേണം, എന്നാലും മാത്രം ഞാൻ അഭിനയിക്കുന്നൊക്കെ പറഞ്ഞു. ആൾക്കൂട്ട സീക്വൻസിൽ പണ്ട് തുടങ്ങി ഞാൻ പോകും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. അങ്ങനെ 200 പേരുടെ കൂട്ടത്തിൽ പോയപ്പോൾ അതിൽ 2 പേർക്ക് ചാൻസ് കിട്ടിയപ്പോൾ എനിക്ക് ചാൻസ് കിട്ടി. അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നും ഞാൻ നോക്കണില്ല. എപ്പോഴും അഭിനയിക്കുന്നുണ്ട്, ചില സീക്വൻസിൽ അത്യാവശ്യം കാണിക്കാറുണ്ട്.